ഹൃദയോദ്ദീപകം ജീവദായകം. യേശുവിൽ പ്രിയമുള്ളവരെ, ഡിവൈൻ വോയിസിൻ്റെ വചന ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നോമ്പുകാലത്തിൻ്റെ വചന വിചിന്തനത്തിലാണ് നമ്മളായിരിക്കുന്നത്. ജീവിക്കുന്നവനായ ദൈവം തൻ്റെ ജീവവചസ്സുകൾ നൽകി നമ്മെ സമ്പന്നമാക്കുന്ന കാലഘട്ടമാണ് ഈ 50 നോമ്പിൻ്റെ പുണ്യദിനങ്ങൾ. വചനമാകുന്ന അപ്പം നമ്മുടെ ആത്മാവിന് ജീവൻ നൽകുന്നതാണെന്ന് ഈശോ തൻ്റെ വചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായത്തിൽ ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ അത് ആത്മാവും ജീവനും അത്രേ. പ്രിയമുള്ളവരെ, ശരീരത്തിന് ആഹാരം എന്നതുപോലെയാണ് മനുഷ്യരായ നമ്മുടെ ആത്മാവിന് രക്ഷയും ജീവനും പ്രദാനം ചെയ്യുവാൻ ദൈവത്തിൻ്റെ വചനം അനിവാര്യമായിരിക്കുക. ഒരുപക്ഷേ ഈ ലോക ജീവിതയാത്രയിൽ നമ്മിൽ പലരും വിസ്മരിക്കുന്ന ഒരു ആത്മീയ സത്യമാണ്, ആത്മീയ യാഥാർത്ഥ്യമാണ് ആത്മാവിൻ്റെ ജീവന് വചനമാകുന്ന അപ്പം അനിവാര്യമാണ് എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഈ ഒരു തിരിച്ചറിവിലേക്ക് വരുവാനുള്ള കാലഘട്ടമാണ് ഈ നോമ്പിൻ്റെ കാലഘട്ടം. മത്തായി സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ യേശുവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ബൈബിളിൽ അതിൻ്റെ തലക്കെട്ട് മരുഭൂമിയിലെ പരീക്ഷ എന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഈ തലക്കെട്ട് യേശുവിൻ്റെ 40 ദിനരാത്രങ്ങളിലെ പ്രാർത്ഥന എന്നായിരുന്നുവെങ്കിൽ അത് അല്പം കൂടി മനോഹരമാകുമായിരുന്നു, അല്പം കൂടി അർത്ഥസമ്പുഷ്ടമാകുമായിരുന്നു. പക്ഷേ പരീക്ഷകളും പ്രലോഭനങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൻ്റെ അനുഭവമായതുകൊണ്ട് പ്രിയമുള്ളവരെ, എങ്ങനെയാണ് പരീക്ഷകളെ, പ്രലോഭനങ്ങളെ നാം തരണം ചെയ്യേണ്ടത്, അതിജീവിക്കേണ്ടത് എന്ന മനോഹരമായ ഒരു മാതൃകയാണ് യേശുവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷ നമുക്ക് നൽകുന്നത്. യേശുവിന് മരുഭൂമിയിൽ പരീക്ഷകളുണ്ടായി, ഒന്നൊന്നായി 3 പരീക്ഷകളുണ്ടായി എന്ന് വചനം നമുക്ക് സാക്ഷ്യപ്പെടുത്തി തരികയാണ്. ക്രിസ്തുവിനെ തിരുവചനങ്ങൾ പുതിയ മോശ എന്നാണ് വിശേഷിപ്പിക്കുക. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മോശയ്ക്ക് ദൈവമായ കർത്താവ് 10 കൽപ്പനകൾ നൽകുന്നതിന് മുമ്പ് മോശയും 40 ദിനരാത്രങ്ങൾ പ്രാർത്ഥനയിലായിരുന്നു. 40 ദിനങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊടുവിലാണ് ദൈവമായ കർത്താവ് 10 കൽപ്പനകളടങ്ങിയ കൽപ്പലകകൾ മോശയ്ക്ക് കൈമാറുക. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിൽ നമ്മുടെ ഹൃദയങ്ങളും മനസ്സുകളും ഒരുക്കപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിയമങ്ങളായി മാറുന്നത്. പ്രാർത്ഥനയിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് നമ്മൾ അകലുമ്പോൾ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ നിയമങ്ങൾ ഉപേക്ഷിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ലോകത്തിൻ്റെ നിയമങ്ങൾ നമ്മുടെ നിയമമായി നാം പോലും അറിയാതെ മാറ്റപ്പെടുകയും ചെയ്യും. ഇതാണ് പലപ്പോഴും മനുഷ്യ ജീവിതങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തു തൻ്റെ മരുഭൂമിയിലെ പരീക്ഷകളെ തരണം ചെയ്യുന്നത് ഇത്ര മനോഹരമായിട്ടാണ്. എന്തുകൊണ്ടാണ് ക്രിസ്തുവിന് അനായാസം പിശാചിൻ്റെ പ്രലോഭനങ്ങളെ ജയിക്കാൻ കഴിഞ്ഞത്? കാരണം അവൻ്റെ ഹൃദയം മുഴുവൻ ദൈവത്തിൻ്റെ വചനമായിരുന്നു. പിശാച് തന്നിൽ ഉയർത്തുന്ന ഓരോ പ്രലോഭനത്തിനും ദൈവത്തിൻ്റെ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ്, പറഞ്ഞുകൊണ്ടാണ് ക്രിസ്തു പ്രലോഭകനെ നാമാവിശേഷമാക്കുന്നത്. പ്രിയമുള്ളവരെ, അത് ഏറെ മനോഹരമാണ്, ചിന്തനീയമാണ്. നമ്മുടെ ജീവിതങ്ങളിൽ ഏറെ തിരിച്ചറിവുകളിലേക്ക് നമ്മെ നയിക്കാൻ ഉതകുന്നതാണ് ക്രിസ്തുവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷ. ദൈവത്തിൻ്റെ ആത്മാവാണ് ക്രിസ്തുവിനെ പ്രാർത്ഥനയ്ക്കായി മരുഭൂമിയിലേക്ക് നയിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രചോദിതനായാണ് ക്രിസ്തു ഇങ്ങനൊരു തീരുമാനമെടുക്കുക. ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന്, വ്യഗ്രതകളിൽ നിന്ന്, ഒരുപക്ഷെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകളിൽ നിന്ന്
എല്ലാം മാറി തൻ്റെ പിതാവിനോടൊത്ത് ആയിരിക്കുന്ന 40 ദിനരാത്രങ്ങളുടെ മനോഹരമായ പ്രാർത്ഥന. അതൊരു വലിയ തെരഞ്ഞെടുപ്പാണ്, അതൊരു വലിയ തീരുമാനമാണ്. ക്രിസ്തു ആത്മാവിൽ പ്രേരിതനായി അങ്ങ് മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുകയാണ്. അവിടെ കുടിക്കാൻ വെള്ളമില്ല, അവിടെ കഴിക്കാൻ അപ്പമില്ല. അവൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് മരുഭൂമിയിലേക്ക് കടന്നു പോകുന്നത്. പ്രിയമുള്ളവരെ, പ്രാർത്ഥന ആരംഭിച്ചു. ഓരോ ദിനങ്ങൾ കഴിഞ്ഞു പോകുന്നു. അങ്ങനെ പ്രാർത്ഥന അതികഠിനമായി തീരുന്നു. വിശപ്പും അതിനോടൊപ്പം അതികഠിനമായി തീരുന്നു. ശരീരത്തിൻ്റെ വിശപ്പ് അതിതീവ്രമാകുന്നു. പിശാച് ഒരു ആൾരൂപം ധരിച്ച് ഈശോയെ പരീക്ഷിക്കാൻ വന്നു, പ്രലോഭനങ്ങളിലേക്ക് നയിക്കാൻ വന്നു എന്നൊന്നും നമ്മൾ കരുതിയേക്കരുത്. പ്രലോഭനങ്ങൾ മനുഷ്യൻ്റെ മനസ്സിലാണ്, ഹൃദയത്തിലാണ്. ഇതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറയുക, ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. മോഹങ്ങളായാണ്, ആഗ്രഹങ്ങളായാണ് പ്രലോഭകൻ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കടന്നു വരുന്നത്, നുരഞ്ഞു പൊന്തുന്നത്. 40 ദിനരാത്രങ്ങളുടെ പ്രാർത്ഥന അങ്ങനെ തീവ്രമായി മുന്നോട്ട് നയിക്കപ്പെടുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഈശോയ്ക്ക് വലിയ ഒരു ആഗ്രഹം ജനിക്കുകയാണ്. ഈശോയിൽ പിശാച് വലിയൊരു ആഗ്രഹം ഉണർത്തുകയാണ്. ഒരു കല്ലിൻ കൂട്ടത്തിലേക്ക് ദൃഷ്ടിയെ പായിച്ചുകൊണ്ട് പിശാച് ഈശോയോട് പറയുകയാണ്, നീ ദൈവത്തിൻ്റെ പുത്രനല്ലേ? നീ എന്തിനാണ് ഇങ്ങനെ വിശന്നു മരിക്കുന്നത്? നിനക്കിങ്ങനൊരു പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടോ? അതുകൊണ്ട് നീ കാണുന്ന കല്ലുകളോട് അപ്പമാകാൻ പറയുക, എന്നിട്ട് നീ അത് ഭക്ഷിക്കുക, വിശപ്പടക്കുക. നീ ഇങ്ങനെ വിശന്നിരിക്കേണ്ടവനല്ല, നീ ദൈവത്തിൻ്റെ പുത്രനാണ്. നിനക്ക് ഈ പ്രാർത്ഥനയുടെ പോലും ആവശ്യമില്ല, കാരണം നീ ദൈവപുത്രനാണ്. പ്രിയമുള്ളവരെ, നോക്കി എത്ര മനോഹരമായിട്ടാണ് ഈശോയെ കബളിപ്പിക്കാനുള്ള പദ്ധതിയുമായിട്ട് പിശാച് ഇങ്ങനൊരു ആഗ്രഹം ഈശോയുടെ ഉള്ളിൽ ജനിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഉള്ളിൽ ജനിക്കുന്ന ആഗ്രഹങ്ങളാണ്, മോഹങ്ങളാണ് പ്രലോഭനം എന്ന് പറയുന്നത്. നാം അതിന് കീഴ്പ്പെടുമ്പോൾ നമ്മൾ ആ പ്രലോഭനത്തിൽ വീണുപോകും. നമ്മൾ എന്നാൽ ആ പ്രലോഭനത്തെ വചനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ജയിച്ചാൽ പ്രിയമുള്ളവർ, തമ്പുരാൻ്റെ സന്നിധിയിൽ നമ്മൾ ജയാളികളായി തീരും. ദൈവത്തിൻ്റെ പ്രീതിക്കും പ്രസാദത്തിനും നമ്മൾ പാത്രീഭൂതരാകും. ലോകത്തിലെ മനുഷ്യരെ നമുക്ക് രണ്ടായി തിരിക്കാം. നമ്മുടെ ജീവിതത്തെ രണ്ടായിട്ട് തിരിക്കാം. നമ്മുടെ ഉള്ളിൽ പിശാച് ഉണർത്തിയ പ്രലോഭനങ്ങളെ പ്രാർത്ഥന കൊണ്ടും വചനം കൊണ്ടും ഉപവാസം കൊണ്ടും അതിജീവിച്ച അനുഭവങ്ങൾ. മറ്റൊന്ന്, നമ്മുടെ ജീവിതത്തിൽ പിശാച് നൽകിയ പ്രലോഭനങ്ങളിൽ വീണുപോയ അനുഭവങ്ങൾ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ. ഒന്നുകിൽ പ്രലോഭനത്തെ നാം ജയിച്ചു, ഇല്ലെങ്കിൽ പ്രലോഭനത്തിൽ നാം വീണു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവവും ഇതിലേതെങ്കിലും ഒന്നുമാണ്. ഈശോ പ്രലോഭകനായ പിശാച് തൻ്റെ ഉള്ളിൽ കല്ലുകളെ അപ്പമാക്കാനുള്ള ഈ പ്രലോഭനം തരുമ്പോൾ ക്രിസ്തു ദൈവത്തിൻ്റെ വചനമാണ് പിശാചിനോട് പറഞ്ഞത്. മനുഷ്യൻ ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടും അത്ര ജീവിക്കുന്നത്. പിശാചിൻ്റെ കരണം കുറ്റി നോക്കി ഒറ്റ അടി കൊടുത്തതിന് തുല്യമാണ് ഈശോ പറഞ്ഞ ഈ വചനം. പ്രിയമുള്ളവരെ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ട് അത്ര ജീവിക്കുന്നത്. മനുഷ്യനാ നമ്മളെല്ലാവരും അപ്പത്തിൻ്റെ പുറകെയുള്ള ഓട്ടത്തിലാണ്. ചിലർ ഇത്തിരി കുഞ്ഞ് അപ്പത്തിൻ്റെ പുറകെ ഓടുന്നു. അപ്പോൾ ചിലർ പറയുന്നു, എനിക്ക് ചെറിയ അപ്പം പോരാ, എനിക്ക് ഇമ്മണി വലിയ അപ്പം വേണം. അവർ വലിയ അപ്പത്തിൻ്റെ പുറകെ പോകുന്നു. ചിലർ പറയുന്നു, എനിക്ക് തൊഴിലുറപ്പിലെ പണിയൊക്കെ മതി, ഒരു ദിവസം ഒരു 300 രൂപ കിട്ടും, എനിക്ക് അതുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാം, എനിക്ക് അതിമോഹങ്ങളില്ല, എനിക്ക് അല്പം കഞ്ഞി ചമ്മന്തിയും മതി. എന്നാൽ ചിലർ പറയുന്നു, എനിക്ക് ഇമ്മണി വലിയ അപ്പം വേണം, അതുകൊണ്ട് എനിക്ക് പ്ലേറ്റ് നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്ന മസാല ദോശ എനിക്ക് വേണം, എനിക്ക് കഞ്ഞിയും ചമ്മന്തിയും കൊണ്ട് എൻ്റെ ജീവിതം മുന്നോട്ട് പോവില്ല. പ്രിയമുള്ളവരെ, എല്ലാവരും ചെറുതും വലുതുമായ അപ്പത്തിൻ്റെ പുറകെയുള്ള ഓട്ടത്തിലാണ്. എന്നാൽ ഇതിനിടയിൽ ഗുരു പറയും, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ജീവവചനം കൊണ്ട് മാത്രമേ ജീവിക്കുന്നത്.
പലപ്പോഴും ജീവിത വഴികളിൽ നമ്മളിത് വിസ്മരിക്കുകയാണ്. പലപ്പോഴും പള്ളിയിൽ ശുശ്രൂഷകളിലായിരിക്കുമ്പോൾ, കുടുംബ കൂട്ടായ്മകളിൽ ചെല്ലുമ്പോൾ ഞാൻ പലരോടും ചോദിക്കും, ചേട്ടാ ചേച്ചി, ഒരു 10 വചനം ഹൃദയത്തിൽ നിന്ന് പറയാൻ പറ്റുമോ? എല്ലാവരും ആകാശത്തേക്ക് നോക്കും. മഴക്കാറുണ്ടോ എന്നറിയാനല്ല, അച്ഛൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയാണ്, ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. വയസ്സ് 50 60 70, പക്ഷേ സത്യക്രിസ്ത്യാൻ എന്നുള്ള പേരുണ്ട്. പക്ഷേ ഹൃദയത്തിൽ കോറിയിട്ട് ഒരു 10 വചനം പോലും പറയാനാവുന്നില്ല. ചിലരെ സംബന്ധിച്ച് ഒരു വചനം പോലും പറയാനാവുന്നില്ല. പ്രിയമുള്ളവരെ, ഇങ്ങനൊരവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് പിശാചാകുന്ന പ്രലോഭകനെ ജയിക്കാൻ നമുക്ക് കഴിയുക? അവൻ ഉയർത്തുന്ന പ്രലോഭന ചിന്തകളെ എങ്ങനെയാണ് വചനത്തിൻ്റെ മതിൽ കെട്ടി നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക? ഇതുകൊണ്ടാണ് പലരും പ്രലോഭനങ്ങളിൽ വീണു പോകുന്നത്. വചനമില്ലാതെ ആർക്കും പ്രലോഭനങ്ങളെ അതിജീവിക്കുക സാധ്യമല്ല. ക്രിസ്തു ഒന്നൊന്നായി വചനങ്ങൾ ഉദ്ധരിക്കുകയാണ്. ഓരോ പ്രലോഭന ചിന്തയ്ക്കും ബദലായി അവൻ വചനത്തിൻ്റെ മതിലുയർത്തുകയാണ്. പിശാചിനോട് അവൻ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി നീ എഴുതപ്പെട്ടിരിക്കുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ പൂജിക്കാവൂ, ആരാധിക്കാവൂ എന്നുകൂടെ എഴുതപ്പെട്ടിരിക്കുന്നു. ഓരോ പ്രലോഭനത്തിനും വചനത്തിൻ്റെ മതിലുയർത്തുകയാണ് ക്രിസ്തു. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് ഞാനും നിങ്ങൾ ജീവിക്കുമ്പോൾ പാപം, തിന്മ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, ജീവിതത്തിലേക്കും ഒരു സുനാമി കണക്കെ ആഞ്ഞടിച്ച് കയറി വരാതിരിക്കണമെങ്കിൽ വചനത്തിൻ്റെ കോട്ട ഉയർത്തി നമ്മൾ ജീവിക്കണം. നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണം. നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മൾ സംരക്ഷിക്കണം. പലപ്പോഴും ഈ വചനക്കോട്ട നമുക്ക് തീർക്കാൻ കഴിയാത്തത് മൂലമാണ് ലോകം അങ്ങ് ഇരച്ചു കയറി വന്ന് നമ്മുടെ ജീവിതങ്ങളെ അങ്ങ് നാമാവിശേഷമാക്കി കടന്നു കളയുക. ഒരു സുനാമി ഉണ്ടായപ്പോൾ നമ്മൾ കണ്ടതാണ്, വേളാങ്കണ്ണിയിലെ നമ്മളൊക്കെ ഓടി നടന്ന ആ കടൽ തീരം അങ്ങ് എടുത്തുകൊണ്ട് പോയി, ഇല്ലാതായി. കടൽ തീരങ്ങളിലെ അനേകം ഭവനങ്ങൾ, അങ്ങനൊരു ഭവനം അവിടെ ഉണ്ടായിരുന്നോ എന്ന് പോലും അറിയാത്ത വിധം ആ ഭവനങ്ങളെ അങ്ങ് സുനാമി എടുത്തുകൊണ്ടുപോയി. മനുഷ്യ ജീവിതങ്ങളെപ്പോലും അങ്ങ് എടുത്തുകൊണ്ടുപോയി. പ്രിയമുള്ളവരെ, വചനക്കോട്ടയില്ലാതെ ജീവിക്കുന്നവൻ്റെ ഈ ലോക ജീവിതം ഏതാണ്ട് ഒരു സുനാമി തകർക്കുന്ന ജീവിതം പോലെയാകും. പ്രലോഭനങ്ങൾ അവനെ 4 പാടി നിന്നും ആക്രമിക്കും. പിശാച് പ്രലോഭനങ്ങളിലൂടെ അവൻ അങ്ങ് തകർന്ന് തരിപ്പണമായി പോകും. ഇതുകൊണ്ടാണ് കർത്താവ് നമ്മോട് പറയുക, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വചനം കൊണ്ട് അത്ര ജീവിക്കുന്നത്. എത്രയോ ജീവിതങ്ങളുടെ മാതൃകകൾ, അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് സാക്ഷ്യമായിട്ട്. പ്രിയമുള്ളവരെ, വചനം ഇല്ലാതെ ജീവിച്ചവർ എത്രയോ അമ്പെ തകർന്നു പോയിട്ടുണ്ട്. എന്നാൽ വചനക്കോട്ടയ്ക്കുള്ളിൽ അഭയം കണ്ടെത്തിയവർ, പ്രിയമുള്ളവരെ, അനേകർ തകർന്നു വീണപ്പോഴും അവർ തമ്പുരാൻ്റെ കരുണയിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന് ജീവിത പ്രതികൂലങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോയിരിക്കുന്നു. ദൈവത്തിന് അനുഗ്രഹമായി മാറിയിരിക്കുന്നു. ഈ നോമ്പുകാലത്ത് കർത്താവ് സ്വജീവിതത്തിൻ്റെ പ്രാർത്ഥനയിലൂടെ നമ്മെയും തമ്പുരാനോടൊപ്പം പ്രാർത്ഥനയിലിരിക്കാൻ ക്ഷണിക്കുന്ന കാലഘട്ടമാണ്. നോമ്പ് ഒരു അരുതുകളുടെ കാലഘട്ടമായി നമ്മൾ കരുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റാണ്. പ്രിയമുള്ളവരെ, അരുതുകളുടെ ഒരു കാലഘട്ടമല്ല. നീ അത് കഴിക്കരുത്, നീ ഇത് ചെയ്യരുത് എന്ന് പറയുന്ന കാലഘട്ടമല്ല, മറിച്ച് ദൈവത്തിലേക്ക് ക്രിയാത്മകമായ തീരുമാനങ്ങളെടുത്ത് കടന്നു ചെല്ലേണ്ട നാളുകളാണ് നോമ്പിൻ്റെ കാലഘട്ടം. പ്രിയമുള്ളവരെ, തമ്പുരാനോടൊപ്പം പ്രാർത്ഥനയിലിരിക്കാൻ, വചനം കേൾക്കാൻ, സഹോദരങ്ങളെ സ്നേഹിക്കാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ, ത്യാഗം അവരൻ്റെ സന്തോഷമായി, അവരൻ്റെ വളർച്ചയായി തീരും തക്കവിധം ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്ന കാലഘട്ടമാണ് നോമ്പിൻ്റെ കാലഘട്ടം. നീ ത്യാഗമാകുന്നത്, നീ ഉപേക്ഷിക്കുന്ന ഭക്ഷണം,
അതിൻ്റെ ഭക്ഷണ വസ്തുക്കളുടെ വില പ്രിയമുള്ളവരെ അത് അപരൻ്റെ സന്തോഷത്തിന് കാരണമാകും വിധം നിനക്ക് ചെലവിടാനാകുന്നില്ലെങ്കിൽ നിൻ്റെ നോമ്പിന് എന്തർത്ഥമാണുള്ളത്? അത് നിൻ്റെ ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ നോമ്പിന് എന്തർത്ഥമാണുള്ളത്? അവിടെ നിൻ്റെ ത്യാഗം അത് അപരൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ അപരന് ആഹാരമായോ, അപരന് വസ്ത്രമായോ, അപരന് പാർപ്പിടമായോ, ഒരു രോഗിക്ക് രോഗത്തിന് ചികിത്സയ്ക്കായോ ഒക്കെ ചെലവിടുവാൻ നിനക്ക് കഴിയുമ്പോഴാണ് നിൻ്റെ ത്യാഗത്തിന് അർത്ഥമുണ്ടാകുക. കർത്താവ് നോമ്പ് കാലത്ത് പ്രിയമുള്ളവരെ നമ്മെ ഓരോരുത്തരെയും ഈ നോമ്പിൻ്റെ ചൈതന്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ക്ഷണിക്കുകയാണ്, വിളിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ യെശയ്യാ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് യഥാർത്ഥത്തിലുള്ള നോമ്പിനെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നുണ്ട്. അവിടെ പ്രവാചകനിലൂടെ ദൈവം പറയുന്നു, എന്താണ് ദൈവം ആഗ്രഹിക്കുന്ന ഉപവാസം, എന്താണ് ദൈവം ആഗ്രഹിക്കുന്ന നോമ്പ്? അത് അടിമത്തത്തിൻ്റെ നുകങ്ങളെ തകർത്തെറിയുന്നതല്ലേ? അത് വേദനിക്കുന്നവരെ സന്തോഷത്തിലേക്ക് നയിക്കുന്നതല്ലേ? പ്രിയമുള്ളവരെ, നോമ്പ് യഥാർത്ഥത്തിൽ അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ചുറ്റുപാടുകളിൽ വേദനിക്കുന്നവരുടെ വേദനയെ കണ്ട് അത് പരിഹരിക്കുവാൻ എൻ്റെ സ്നേഹത്തിൻ്റെ കരം നീട്ടുമ്പോഴാണ് നോമ്പ് അത് അർത്ഥപൂർണ്ണമായി തീരുക. നോമ്പ് കേവലം അരുതുകളുടെ ഒരു കാലഘട്ടമല്ല. നോമ്പ് കേവലം ഉപേക്ഷകളുടെ കാലഘട്ടമല്ല. മറിച്ച് ഒരു വശത്ത് പ്രിയമുള്ളവരെ നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ അത് നന്മയുടെ ഒരു കൈത്താങ്ങായി അയൽപക്കത്തെ ഭവനത്തിലേക്ക് വേദനിക്കുന്നവരിലേക്ക് നീട്ടപ്പെടുമ്പോഴാണ് നോമ്പ് അതിൻ്റെ അർത്ഥം കണ്ടെത്തുക. നോമ്പിൻ്റെ അരൂപിയിലേക്ക്, ചൈതന്യത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കുക. ഈ 50 നോമ്പിൽ കർത്താവ് തൻ്റെ മരുഭൂമിയിലെ പ്രാർത്ഥനയിലൂടെ നമ്മെ ക്ഷണിക്കുകയാണ്. അവൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പാകപ്പെട്ടത്, ഒരുക്കപ്പെട്ടത് 40 ദിനരാത്രങ്ങളുടെ പ്രാർത്ഥനയിലൂടെയാണ്. പ്രിയമുള്ളവരെ, നമ്മെക്കുറിച്ചും ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. ഈ ലോക ജീവിതം അത് കേവലം നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചു തീർക്കാനുള്ളൊരു ജീവിതമല്ല. മറിച്ച് നമ്മുടെ കുടുംബത്തിന് പുറത്ത്, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് പുറത്ത് മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലേണ്ട ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതം. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി വിശക്കുന്നവൻ്റെ വിശപ്പടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലാൻ നമ്മെ ശക്തിപ്പെടുത്തേണ്ടതാണ്, നമ്മെ പ്രേരിപ്പിക്കേണ്ടതാണ് പ്രിയമുള്ളവരെ ഈ 50 നോമ്പ്. അതുകൊണ്ട് ഈ 50 നോമ്പിൽ നമുക്ക് നല്ലൊരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞാൽ അതെത്രയോ ദൈവത്തിന് പ്രീതിജനകമാകും. ഈ നോമ്പിലെ എൻ്റെ ത്യാഗങ്ങൾ, അതൊരു പക്ഷേ ഞാൻ മത്സ്യം ഉപേക്ഷിക്കുന്നു, മാംസം ഉപേക്ഷിക്കുന്നു, എനിക്കിഷ്ടമുള്ളത് പലതും ഉപേക്ഷിക്കുന്നു. ആ ത്യാഗം ഈ നോമ്പിൽ ഒരു കുഞ്ഞ് നേർച്ചപ്പെട്ടിയിൽ എന്ന പോലെ ഒരു കാണിക്കപ്പെട്ടിയിലിട്ട് പ്രിയമുള്ളവരെ ഈ നോമ്പിനൊടുവിൽ ഞാൻ അങ്ങനെ ത്യാഗമായി സ്വരൂപിക്കുന്നത് പ്രിയമുള്ളവരെ എൻ്റെ ചുറ്റുപാടുകളിൽ വേദനിക്കുന്നവരുടെ വേദന ഒപ്പാൻ തക്ക വിധം ഒരു കൈത്താങ്ങായി മറ്റുള്ളവരിലേക്ക് നീട്ടാൻ എനിക്ക് കഴിഞ്ഞാൽ, എൻ്റെ അയൽവക്കത്ത് താമസിക്കുന്ന ദരിദ്ര കുടുംബത്തിലേക്ക് നീട്ടാൻ കഴിഞ്ഞാൽ, ചികിത്സിക്കാൻ വകയില്ലാതെ വേദനിക്കുന്ന ഒരുവന് ചികിത്സയുടെ ഒരു ചെറിയ കൈത്താങ്ങ് കൊടുക്കുന്നതായി മാറ്റാൻ കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ ഈ നോമ്പ് അതിൻ്റെ അർത്ഥം പുൽകുന്ന മനോഹരമായ അനുഭവം ഉണ്ടാകും. നമ്മുടെ നോമ്പ് അത് ദൈവത്തിന് ഏറെ സ്വർഗത്തിന് പ്രസാദകരമായ ഒന്നായി തീരും. ഇതുവഴി ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ലോകത്തിൽ അനേകർ അറിയുവാനും ആ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയായിത്തീരും. അപ്പോഴാണ് പ്രിയമുള്ളവരെ നോമ്പ് അതിൻ്റെ യഥാർത്ഥ ചൈതന്യത്തിലേക്ക് ഉയർത്തപ്പെടുക. 40 ദിനരാത്രങ്ങളെ പ്രാർത്ഥനയ്ക്കൊടുവിൽ ക്രിസ്തു ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തികളിലേക്ക് ഇറങ്ങിച്ചെന്നു. നമ്മളും നോമ്പ് നോക്കുന്നത് കേവലം ഈസ്റ്റർ ആഘോഷിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഈ 50 നോമ്പ് അർത്ഥവത്തായി ആചരിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലും വചനത്തിലും നിറഞ്ഞ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ദൈവികമായ ദൗത്യങ്ങളെ പൂർത്തിയാക്കുവാൻ ഒരുക്കപ്പെട്ടവരായി, പാകപ്പെട്ടവരായി നമ്മൾ രൂപാന്തരപ്പെടാൻ വേണ്ടിയാണ്. ഈ 50 നോമ്പിന് ഒടുവിൽ നമ്മളും ഉത്തിതൻ്റെ സന്തോഷം, ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം അനുദിനം ജീവിച്ചുകൊണ്ടും ആ സ്നേഹത്തിന് സാക്ഷികളായിക്കൊണ്ടും
ജീവിതത്തിൽ കണ്ടെത്തുന്നവരാകുമ്പോഴാണ് നോമ്പ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുക, നോമ്പ് അർത്ഥവത്തായി തീരുക, അത് സ്വർഗത്തിനും ദൈവത്തിനും പ്രസാദകരമായി മാറുക. കർത്താവെ, ആ വലിയൊരു കൃപയിലേക്ക് ഈ 50 നോമ്പിലൂടെ കടന്നു വരുവാൻ കൃപ നൽകണമേ എന്ന് പ്രിയമുള്ളവരെ നമുക്ക് പ്രത്യേകം ഈ ദിനം തമ്പുരാൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ചുകൊണ്ടായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്ന് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ പ്രാർത്ഥനയിൽ ദൈവമായ കർത്താവിലേക്ക് ഉയർത്താം. ഈ നോമ്പ് കാലത്ത് ദൈവിക ബോധ്യങ്ങളോടെ നല്ല തീരുമാനങ്ങളെടുത്ത് അത് നടപ്പിലാക്കുവാൻ തക്കവിധം ദൈവം നിൻ്റെ കൃപ കൊണ്ട്, നിൻ്റെ സ്നേഹം കൊണ്ട്, നിൻ്റെ വചനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, പിശാച് പ്രലോഭന ചിന്തകളിലൂടെ ഞങ്ങളെ വേട്ടയാടുമ്പോൾ പാപത്തിലേക്ക്, തിന്മകളിലേക്ക് ഞങ്ങളെ മാടി വിളിക്കുമ്പോൾ കർത്താവെ, വചനത്തിൻ്റെ മതിലുകൾ ഉയർത്തി അവൻ്റെ ആക്രമണങ്ങളെ ചെറുക്കുവാൻ, അവൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും കൃപയും നൽകണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് തന്നോട് ചേർന്നിരിക്കുവാൻ നമ്മെ വിളിക്കുന്ന, ക്ഷണിക്കുന്ന കാലഘട്ടമാണ് ഈ 50 നോമ്പ്. അനുദിനം ഈശോയോടൊപ്പം ഇരുന്ന് പ്രാർത്ഥന നിരതരാകുവാൻ, നമ്മുടെ ജീവിതാനുഭവങ്ങളെല്ലാം പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഈ നോമ്പിനെ അനുഗ്രഹമാക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധാത്മ കൃപയെ ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് നമുക്കത് ഇഷ്ടമായി തമ്പുരാനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.